പ്രിയപ്പെട്ടവരെ, തട്ടിമാറ്റി പോകണ്ട, സ്ക്രോൾ ചെയ്യണ്ട. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. നമ്മുടെ ചുറ്റുപാടുകളിൽ ഒരുപാട് ആളുകൾ വല്ലാതെ പരാജിതരായി പോകുന്നത് കാണാം. ഓർക്കുക, ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കുക. ഇന്നത്തെ സാഹചര്യത്തിൽ ഇലക്ഷനൊക്കെ നടക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയത്. ചതി, അത് വലിയ ഒരു വിഷയമാണ്. ചതിക്കപ്പെടുന്ന ആളുകളാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ. നമ്മൾ മനസ്സിലാക്കിയാൽ, നമ്മുടെ ചുറ്റുപാടുകളിലൂടെ നമ്മൾ കണ്ണോടിച്ച് നോക്കുമ്പോൾ ചതിയുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആലോചിക്കണം, ജീവിതത്തിൽ സ്വന്തം കുറ്റം കൊണ്ടല്ലാതെ തോൽക്കുന്ന രണ്ട് സാഹചര്യങ്ങളാണുള്ളത്. സ്വന്തം കുറ്റം കൊണ്ടല്ലാതെ തോൽക്കുന്ന രണ്ട് സാഹചര്യം. ഒന്ന് നമ്മുടെ നിർഭാഗ്യമാണ്, നമ്മുടെ ഭാഗ്യക്കുറവാണ്. മറ്റൊന്ന് ചതിയാണ്. ഈ രണ്ട് രീതിയിൽ ആളുകൾ പരാജയപ്പെട്ടു പോകുന്നത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചതി കാരണം പരാജയപ്പെടുന്നവരാണ്. അള്ളാഹു നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഓർക്കുക, ചതിക്കുന്ന ആളുകൾ ആദ്യം ചിരിക്കും, ചതിക്കപ്പെട്ടവൻ കരയും. എന്നാൽ ചതിച്ചവൻ കരയുന്ന ഒരു ദിവസം വരും, ചതിക്കപ്പെട്ടവൻ ചിരിക്കുന്ന ഒരു സമയവും കടന്നു വരും. ഇത് കാലത്തിൻ്റെ തീരുമാനമാണ്. ഇതൊരു കാലത്തിൻ്റെ പ്രതികാരമാണ്. ആ ചതിക്കപ്പെട്ടവനോട് കാലം ചെയ്യുന്ന പ്രതികാരമാണ്. ആ പ്രതികാരം ചെയ്യാതെ ഒരാളെ നമ്മൾ ചതിച്ചിട്ടുണ്ടെങ്കിൽ ആ ചതിച്ചതിനുള്ള പ്രതികാരം കാലം ചെയ്യാതെ ഒരിക്കലും കാലം നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകില്ല. അതുകൊണ്ട് ചതി അത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. ഒരാളെയും ചതിക്കാൻ പാടില്ല. മുത്തുനബി പറഞ്ഞല്ലോ, വല അത്തഹുൻ മൻ ഖാനക, നിന്നെ ചതിച്ചോനെ നീ ചതിക്കാൻ പാടില്ല. മഹാനായ മുത്തുനബിയുടെ അധ്യാപനം എത്രമേൽ സുന്ദരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ചതികളെ തൊട്ട്, ചതി വലകളെ തൊട്ട് അല്ലാഹു നമ്മെല്ലാവരെയും കാക്കുമാറാവട്ടെ.